And although he's not in her. ഹായ് എവരിവൺ, വെൽക്കം ടു സ്റ്റാർഡസ്റ്റ് അക്കാഡമി. ഞാൻ റോഷ്ന. നമുക്കിന്ന് പഠിക്കാനുള്ളത് ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോളിൽ വരുന്ന ഫങ്ഷണൽ ബഡ്ജറ്റ്സിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഫങ്ഷണൽ ബഡ്ജറ്റ്സ്. ഫങ്ഷണൽ ബഡ്ജറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഫങ്ഷൻസിനെ റിലേറ്റ് ചെയ്ത് ആ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വരുന്ന ബഡ്ജറ്റ്സ് ആണ്. Functional budgets are those budgets which relate to the functions of different departments in an organization. ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് അവരുടെ ഫംഗ്ഷൻ അനുസരിച്ച് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മൾ വലിയ ഡിപ്പാർട്ട്മെന്റ് ആണ്, മീൻസ് വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. അപ്പം നമ്മുടെ നമ്പർ ഓഫ് ബഡ്ജറ്റ്സ് കൂടും. അങ്ങനെയാണ് അതിൻ്റെ ബേസിലാണ് നമ്മൾ വരുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം സെയിൽസ് ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, മെറ്റീരിയൽ ബഡ്ജറ്റ്സ്, അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ്, അങ്ങനെ കുറേ ഒരുപാട് ബഡ്ജറ്റ്സ് നമുക്ക് ഓരോ പേർപ്പസിന് വേണ്ടിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ബഡ്ജറ്റ്സ് നമുക്ക് പഠിക്കാം. ഒന്നാമത് നമുക്ക് പഠിക്കാനുള്ള സെയിൽസ് ബഡ്ജറ്റ്. എല്ലാ സ്ഥലത്തും എന്തായാലും സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുമല്ലോ. അപ്പം സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ കോമൺലി പ്രിപ്പയർ ചെയ്യുന്നതാണ്, ഓർഗനൈസേഷനിൽ കോമൺലി പ്രിപ്പയർ ചെയ്യുന്നതാണ് സെയിൽസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. Sales budget is a functional budget prepared by the sales department showing the quantities and values of expected sales of finished products in total as well as product wise and area wise during a definite period of time. ഒരു പെർട്ടിക്കുലർ പീരിയഡിൽ നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റീസ് അത് നമുക്ക് ചിലപ്പം പ്രോഡക്റ്റ് വൈസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഏരിയ വൈസ് കുറേ സ്ഥലത്ത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന ഏരിയയിൽ ഇത്ര സെയിൽസ് എന്നുള്ളതിൽ പ്രഡിക്ഷൻ ആവാം. അപ്പം അങ്ങനെ വരുന്നതാണ് സെയിൽസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇൻ ഇസ് പ്രിപ്പറേഷൻ ദ സെയിൽസ് മാനേജർ ഹാസ് ടു കൺസിഡർ ദ സെയിൽസ് ഓഫ് ദ പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷത്തെ സെയിൽസ് നോക്കും. അതുകൂടാതെ ജനറൽ ട്രേഡ് കണ്ടീഷൻ നോക്കും. നമുക്ക് ഇൻക്രീസിങ് ആണോ വരുന്നത്, അങ്ങനെ എന്താ ട്രെൻഡ് വരുന്നത്, അതൊക്കെ നമുക്ക് നോക്കാം. അവൈലബിലിറ്റി ഓഫ് ഫണ്ട്, നമ്മുടെ കയ്യിലുള്ള ഫണ്ട് നോക്കണം. സീസണൽ ഫ്ലക്ച്വേഷൻസ്, സീസണിൽ വരുന്ന എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ്, ചിലപ്പം ഓരോ സീസണിൽ സെയിൽസ് കൂടും കുറയും, അതൊക്കെ നമ്മൾ നോക്കണം. റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ബൈ ഗവൺമെൻറ്, പിന്നെ കോമ്പറ്റീഷൻ, കൺസ്യൂമേഴ്സ് പ്രിഫറൻസ്, എഫിഷ്യൻസി ഓഫ് അഡ്വർടൈസിങ്, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും ഒരു സെയിൽസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ തന്നെ നമുക്ക് നോക്കാം, അപ്പോൾ മനസ്സിലാവും. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. During the financial year 2015-16, Patanjali Limited had a sale of 30,000 kg of Amla Jyotis in South Kerala. അപ്പം പതഞ്ജലി എന്ന് പറയുന്ന കമ്പനി 2015-16 ഡാറ്റയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ സെയിൽ നടന്നിട്ട് ആംല ജ്യൂസസ് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് 30,000 കിലോഗ്രാം ആണ് സെയിൽ നടന്നിരിക്കുന്നത് സൗത്ത് കേരളയിൽ. ഏരിയ വൈസ് പറയുന്നുണ്ട് സൗത്ത് കേരളയിൽ. ആൻഡ് 20,000 kg ഓഫ് ഇറ്റ് ഇൻ നോർത്ത് കേരളയിൽ അതിൻ്റെ 20,000 kg ആണ് സെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്നിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 600 per kg ആണ് പ്രൈസ് എന്ന് പറയുന്നിരിക്കുന്നത്. ഇനി അവിടെ തന്നെ വേറൊരു പ്രോഡക്റ്റിൻ്റെ കാര്യം പറയാം. ദ സെയിൽ ഓഫ് പതഞ്ജലി ഹണി ഡ്യൂറിങ് ദ പീരിയഡ് വാസ് 12,000 kg ഇൻ സൗത്ത് കേരള. ഇപ്പോൾ രണ്ട് ഏരിയ ഉണ്ട്, രണ്ട് പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് തന്നെ രണ്ട് ഏരിയയിൽ ഇപ്പോൾ പറഞ്ഞു. രണ്ടാമത്തെ പ്രോഡക്റ്റ് അത് സൗത്ത് കേരളയിൽ 12,000, ഇനി നോർത്ത് കേരളയിൽ പറയുന്നുണ്ട് 15,000 kg. അപ്പം അതിൻ്റെ പെർ യൂണിറ്റ് പ്രൈസ് പറയുന്നുണ്ട് 800 per kg. അപ്പം നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 ഡാറ്റ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഒരു പ്രോഡക്റ്റ് രണ്ട് സ്ഥലത്ത്, മറ്റേ പ്രോഡക്റ്റ് രണ്ട് സ്ഥലത്ത്. അപ്പം നമുക്ക് 4 ഡാറ്റ കിട്ടിയിട്ടുണ്ട്. It is expected that in 2016-17, 15-16 നമ്മൾ പാസ്റ്റ് ഡാറ്റ തന്നു, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യേണ്ട 2016-17 the sale of Amla Jyotis will increase by 20%. ഒന്നാമത്തെ പ്രോഡക്റ്റായ ആംല ജ്യോതിസിന്റെ പ്രൊഡക്ഷൻ സെയിൽ 20% ഇൻക്രീസ് ചെയ്തെന്ന് പറയുന്നുണ്ട്. ഇൻക്രീസ് ചെയ്യുമെന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇൻ ബോത്ത് റീജിയൻസ്, രണ്ട് സ്ഥലത്ത് സെയിൽ ചെയ്യുന്നുണ്ടല്ലോ ആ പ്രോഡക്റ്റ്, നോർത്തിലും സൗത്തിലും. വിത്ത് എൻ ഇൻക്രീസ് ഇൻ പ്രൈസ് ബൈ 10%. പ്രൈസും ഇൻക്രീസ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് 10%. അപ്പോൾ ഒന്നാമത്തെ പ്രോഡക്റ്റിന്റെ കാര്യം പറഞ്ഞത് രണ്ട് സ്ഥലത്തും അത് 20% സെയിൽസ് ഇൻക്രീസ് ചെയ്യും, സെല്ലിംഗ് പ്രൈസ് 10% ഇൻക്രീസ് ചെയ്യും. whereas the sale of honey will increase by 10%. അപ്പോൾ ഹണിയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് സ്ഥലത്തും അത് 10% സെയിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നില്ല. അപ്പം ഇത്രയും ഡീറ്റെയിൽസാണ് നമുക്ക് തന്നിരിക്കുന്നത്. പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ബഡ്ജറ്റഡ് സെയിൽസ് ഡ്യൂറിങ് 2016-17. അപ്പോൾ 16-17 നമ്മളെ ബഡ്ജറ്റഡ് സെയിൽസ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്.
ഇപ്പോൾ സെയിൽസ് ബഡ്ജറ്റിന്റെ കാര്യം പറയുവാണെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു ഫൊമാറ്റോ ഒന്നുമില്ല. നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ ഓരോ പ്രോഡക്റ്റിന്റെയും ഏരിയ വൈസ് നമുക്ക് മനസ്സിലാവണം, യൂണിറ്റ്സും പ്രൈസും അതേപോലെ തന്നെ ടോട്ടലും മനസ്സിലാവണം. ആ രീതിയിൽ ഒരു ഫൊമാറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഇങ്ങനെ ഒരു ഫൊമാറ്റ് ചെയ്യുവാണെങ്കിൽ എല്ലാ രീതിയിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം പ്രോഡക്റ്റ് ഏതാ, അപ്പോൾ പ്രോഡക്റ്റ് അമല ജ്യോതിസും പതഞ്ജലി ഹണിയും അല്ലേ, പിന്നെ അതിന്റെ ടോട്ടലിന് ഒരു കോളം പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഓരോ പ്രോഡക്റ്റിന്റെ സെയിൽസ് പ്രൈസ് നോക്കാം. ഇപ്പോൾ സെയിൽസ് പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അമല ജ്യോതിസിന്റെ സെയിൽസ് പ്രൈസ് 600 ആയിരുന്നു അല്ലേ. അപ്പോൾ അത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇൻക്രീസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്നു പറഞ്ഞിരിക്കുന്ന അമല ജ്യോതിസിന്റെ പ്രൈസ് 10% ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 600 10% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ 600 പ്ലസ് അതിന്റെ 10% എന്ന് വെച്ചാൽ 10% 60, അപ്പോൾ 660 ആയി അല്ലേ. രണ്ടാമത്തെ പതഞ്ജലി ഹണി, ഹണിയുടെ പ്രൈസ് 800 ആണ്. നമ്മളോട് ഹണിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് ക്വാണ്ടിറ്റി പ്രൈസ് എത്രയാണ് നമുക്ക് സെയിൽ വരുന്നത് നെക്സ്റ്റ് ഇയറിലേക്ക് 2016-17 എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം ആദ്യം നമുക്ക് സൗത്ത് കേരള എടുക്കാം. സൗത്ത് കേരളയിലുള്ള പ്രോഡക്റ്റ്, രണ്ട് പ്രോഡക്റ്റും സെയിൽ ചെയ്യുന്നുണ്ട് അല്ലേ. സൗത്ത് കേരളയിൽ ആംല ജ്യോതി സെയിൽ ചെയ്യുന്നുണ്ട്, പതഞ്ജലി ഹണി സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സൗത്ത് കേരളയിൽ നമ്മുടെ ആംല ജ്യോതിസിന്റെ കാര്യം നോക്കാം. ആംല ജ്യോതിസിന്റെ കാര്യമാണെങ്കിൽ നമ്മളോട് പറയുന്നത് വിൽ ഇൻക്രീസ് ബൈ 20% ആണല്ലേ. സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്ന 20% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമല ജ്യോതിസ് കഴിഞ്ഞ വർഷം സൗത്ത് കേരളയിൽ 30,000 ആണ് സെയിൽ ചെയ്തത്. അപ്പോൾ 30,000 പ്ലസ് അതിൻ്റെ 20% ആയ 6,000, ഇപ്പോൾ 36,000 ആയി സൗത്ത് കേരളയിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് അത് നോർത്ത് കേരളയിൽ നോക്കാം. അമല ജ്യോതിസിന്റെ കാര്യം 20,000 ആയിരുന്നു അല്ലേ അമല ജ്യോതിസ് കഴിഞ്ഞ വർഷം സെയിൽ ചെയ്തത്. 20% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ 24,000 ആയി. അപ്പോൾ അമല ജ്യോതിസിന്റെ കാര്യം നമ്മൾ രണ്ട് പ്ലേസിലും എടുത്തു, സൗത്ത് കേരളയും എടുത്തു, നോർത്ത് കേരളയും എടുത്തു. ഇനി എമൗണ്ട് എങ്ങനെ കാണാം, ഈ യൂണിറ്റ്സ് ഇൻറ്റു നമ്മൾ 660 ഈ വർഷത്തെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്, അപ്പോൾ അതും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് കിട്ടും. അപ്പോൾ രണ്ടിൻ്റെയും നോർത്ത് കേരളയും സൗത്ത് കേരളയും നമ്മൾ എന്ത് ചെയ്തു, എമൗണ്ടും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതുപോലെ തന്നെ പതഞ്ജലി ഹണി ചെയ്യാം. പതഞ്ജലി ഹണിയുടെ കാര്യത്തിൽ എന്താ പറഞ്ഞത്, 10% ഇൻക്രീസ് ചെയ്യുന്നതാണ് പറഞ്ഞത് അല്ലേ. പതഞ്ജലി ഹണി കഴിഞ്ഞ വർഷം 12,000 kg ആയിരുന്നു സൗത്ത് കേരളയിൽ. അപ്പോൾ 12,000 പ്ലസ് 10% എന്ന് പറഞ്ഞാൽ 13,200 വന്നു. നോർത്ത് കേരളയിൽ 15,000 ആയിരുന്നു, 15,000 പ്ലസ് 10% അതും ചെയ്യാം. ഇനി അതിനെ രണ്ടിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 800 ആണ് അതിൻ്റെ സെയിൽസ് പ്രൈസ് അല്ലേ. അപ്പോൾ 800 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ടോട്ടൽ ചെയ്താൽ മതി. സൗത്ത് കേരളയിലെ ടോട്ടൽ സെയിൽസ് രണ്ട് പ്രോഡക്റ്റും കൂട്ടി കഴിഞ്ഞാൽ 3,43,20,000 വന്നു. നോർത്ത് കേരളയിൽ ഈ എമൗണ്ട് കോളം ആഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തെടുക്കാം ടോട്ടലായിട്ട്. നമുക്ക് ഒരു പ്രോഡക്റ്റിന്റെ മാത്രം കാണണമെങ്കിൽ അത് താഴേക്ക് ആഡ് ചെയ്തെടുത്താൽ മതി. പാമല ജ്യോതിസിന്റെ ടോട്ടൽ സെയിൽസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, താഴെ നോക്കാം. താഴെ അത് ആഡ് ചെയ്തിട്ടാൽ മതി. 3,96,00,000 അല്ലേ. അതേപോലെ തന്നെ ഇപ്പം പതഞ്ജലി ഹണിയുടെ ചോദിക്കുകയാണെങ്കിൽ 2,37,00,000. അപ്പം അങ്ങനെ താഴേക്കും നമ്മൾ ആഡ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പം എങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റണം, ഇതിൽ ഓരോ പ്രോഡക്റ്റിന്റെ സെയിലും കാണാൻ പറ്റണം, ഓരോ ഏരിയ വൈസ് സെയിൽസും കാണിക്കാൻ പറ്റണം, യൂണിറ്റ്സും കാണണം. ആ രീതിയിലൊരു ഫൊമാറ്റ്. അപ്പോൾ ഇതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമാറ്റ്. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലം വരുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഫോമാറ്റിൽ പ്രിപ്പയർ ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. നമ്മൾ സെയിൽസ് ബഡ്ജറ്റ് പഠിച്ചു, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഷോയിങ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഓഫ് പ്രോഡക്ട്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ ബഡ്ജറ്റ് പീരീഡ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ഇതിൽ കാണിക്കുക, എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. Apart from the sales budget, opening stock and closing stock of finished goods, optimum utilization of plant capacity, inventory policy, production policy, normal wastage in production, etc. are considered. നമ്മൾ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഒക്കെ കൺസിഡർ ചെയ്യണം അല്ലേ. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്ലാൻ കപ്പാസിറ്റി, പിന്നെ ഇൻവെന്ററി പോളിസി, പ്രൊഡക്ഷൻ പോളിസി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോർമൽ വേസ്റ്റേജ് ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ബഡ്ജറ്റ് സെർവ്സ് എസ് എ ബേസിസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ബഡ്ജറ്റ്. അപ്പോൾ കോസ്റ്റ് ബഡ്ജറ്റിന്റെ ഒരു ബേസിസ് ആയിട്ടാണ് എത്ര യൂണിറ്റ്സ് ആ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചല്ലേ നമുക്ക് കോസ്റ്റിന്റെ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. The following details in units are given for the year ended 31st March 2014. 2014ലുള്ള ഡാറ്റയാണ് നമുക്ക് തന്നിരിക്കുന്നത്. പ്രോഡക്റ്റ് ഗ്രൂപ്പ് എ, പ്രോഡക്റ്റ് ഗ്രൂപ്പ് ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് ഗ്രൂപ്പ് ആയിട്ടാണ് പ്രോഡക്ട്സ് വരുന്നത്. പ്രോഡക്റ്റ് ഗ്രൂപ്പ് എയിൽ XYZ എന്ന് പറഞ്ഞിട്ട് 3 പ്രോഡക്ട്സ് വരുന്നുണ്ട്. പ്രോഡക്റ്റ് ഗ്രൂപ്പ് ബിയിൽ PQ എന്ന് പറഞ്ഞിട്ട് 2 പ്രോഡക്ട്സ് വരുന്നുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. പ്രോഡക്റ്റ് ഗ്രൂപ്പ് എയിലുള്ള എക്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് 50,000. അതിൻ്റെ ബഡ്ജറ്റഡ് സെയിൽസ് 2 ലാക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വൈയുടെ കാര്യം തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് 60,000, ബഡ്ജറ്റഡ് സെയിൽസ് 2,50,000. സെഡിൻ്റെ കാര്യം തന്നിട്ടുണ്ട്. 1 ലാക്ക് ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, ബഡ്ജറ്റഡ് സെയിൽസ് 5 ലാക്ക് ആണ്. ഇനി ഗ്രൂപ്പ് ബിയിലുള്ള പിയുടെ തന്നിട്ടുണ്ട്. 10,000 ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് 1 ലാക്ക് ബഡ്ജറ്റഡ് സെയിൽസ്. ക്യൂ 20,000 ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് 50,000 ബഡ്ജറ്റഡ് സെയിൽസ്. എന്താ നമ്മളോട് പറയുന്നത്? സ്റ്റോക്ക് ഓഫ് വൈ ആൻഡ് സെഡ് ഈസ് ടു ബി മെയിൻറ്റെയിൻഡ് അറ്റ് 10% above the existing level to maintain the budgeted sales. അപ്പം നമുക്ക് ഇപ്പോൾ ഉള്ള ലെവലിൽ 10% above നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. സ്റ്റോക്ക് ലെവൽ ഓഫ് എക്സ് മേ ബി റെഡ്യൂസ് ബൈ 20%. എക്സിൻ്റെ സ്റ്റോക്ക് ലെവൽ നമ്മൾ 20% റെഡ്യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. സ്റ്റോക്ക് ഓഫ് ക്യൂ ഈസ് പ്രപ്പോസ് ടു ബി റേസ്ഡ് ബൈ 30,000 യൂണിറ്റ്സ് ഫോർ എക്സ്പോർട്ട്. ഇപ്പോൾ ക്യൂയുടെ സ്റ്റോക്ക് നമ്മളോട് 30,000 യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രിപ്പയർ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഫോർ ദ ഇയർ എൻഡിങ് 31st March 2015. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ പ്രോഡക്റ്റ് ആയിട്ട് നോക്കാം. ആദ്യം എക്സിൻ്റെ നോക്കാം. അപ്പോൾ എക്സിൻ്റെ കാര്യത്തിൽ ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സെയിൽ ചെയ്യേണ്ട 2 ലാക്ക് യൂണിറ്റ്സ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 ലാക്ക് യൂണിറ്റ്സ് നമ്മൾ സെയിൽ ചെയ്യണം. അതുകൂടാതെ നമ്മൾ ക്ലോസിംഗ് ഇൻവെൻട്രി എത്ര കീപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്? എക്സിൻ്റെ കാര്യത്തിൽ പറയുന്നത് സ്റ്റോക്ക് ലെവൽ ഓഫ് എക്സ് മേ ബി റെഡ്യൂസ്ഡ് ബൈ 20% എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ 50,000 ഇപ്പോൾ ഉള്ള സ്റ്റോക്ക് അത് 20% റെഡ്യൂസ് ചെയ്ത് കീപ്പ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അതിൻ്റെ 20% മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 40,000. അപ്പോൾ സ്റ്റോക്കായിട്ട് നമ്മൾ 40,000 വെക്കാൻ വേണം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 2,40,000 ലാസ്റ്റ് വരണം അല്ലേ. അപ്പോൾ 2,40,000 ആണ് നമുക്ക് സെയിൽ ചെയ്യാനും ബാക്കി വെക്കാനും കൂടി വേണ്ടത്. അതിൽ നമ്മുടെ കയ്യിൽ ഇപ്പം എത്രയുണ്ട്? ഇപ്പം നമ്മുടെ കയ്യിൽ 50,000 ഉണ്ട്. അപ്പോൾ 50,000 മൈനസ് ചെയ്തിട്ട് ബാക്കി പ്രൊഡ്യൂസ് ചെയ്താൽ മതി അല്ലേ. 50,000 ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത് മൈനസ് ചെയ്യാം. ഓപ്പണിംഗ് ആയിട്ട് നമ്മുടെ കയ്യിൽ കിടപ്പുള്ള 50,000 മൈനസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വർഷം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് 1,90,000 ആണ്. ഇങ്ങനെ തന്നെ ഓരോന്നിൻ്റെയും ചെയ്യുക. വൈയുടെ കാര്യത്തിൽ നമ്മൾ സെയിൽ ചെയ്യേണ്ട 2,50,000 ആണ്. വൈഡ് സ്റ്റോക്കിൻ്റെ കാര്യം എന്താണെന്ന് പറയുന്നത്? 10% എബവ് ദ സ്റ്റോക്ക് ലെവൽ എന്നാണ് പറയുന്നത്. അപ്പോൾ 60,000 ഓൾറെഡി ഉള്ളത്, അതിന് 10% കൂടുതൽ നമ്മൾ സ്റ്റോക്ക് വെക്കണം. അപ്പോൾ 66,000 നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3,16,000 നമുക്ക് ടോട്ടൽ വേണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്രയുണ്ട്? 60,000 ഉണ്ട്. അത് മൈനസ് ചെയ്ത് ബാക്കി 2,56,000 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ മതി അല്ലേ. ഇനി സെഡിൻ്റെ കേസിൽ അതേപോലെ തന്നെ നോക്കാം. സെഡിൻ്റെ കേസിൽ നോക്കുന്ന സമയത്ത് നമ്മൾ സെയിൽ ചെയ്യേണ്ട 5 ലാക്ക് ആണ്. അതേപോലെ തന്നെ അതിൻ്റെ എന്താ പറയുന്നത്? സ്റ്റോക്ക് എത്ര വെക്കണം എന്നാ പറയുന്നത്? വൈ ആൻഡ് സെഡ് ടു ബി മെയിൻറ്റെയിൻ 10% എബവ് ദ എക്സിസ്റ്റിംഗ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് 1 ലാക്ക് ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് വെക്കുമ്പോൾ അതിനെക്കാട്ട് കൂടുതൽ 10% കൂടുതൽ വെക്കണം. അപ്പോൾ 1,10,000 ആയി. അപ്പോൾ ഇത്രയും വെക്കണം. 6,10,000 നമ്മൾ ടോട്ടൽ വെക്കേണ്ടത്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്രയുണ്ട്? 1 ലാക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് 5,10,000. നെക്സ്റ്റ് നമ്മൾ പ്രോഡക്റ്റ് ബി ഗ്രൂപ്പിൽ വരുന്നത് പി അല്ലേ. പിയുടെ സെയിൽ ചെയ്യേണ്ടത് 1 ലാക്ക് ആണ്. അവിടെയുള്ള ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000 ആണ്. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കാര്യം എന്തെങ്കിലും പറയുന്നുണ്ടോ? നമ്മളോട് ഒന്നും പറഞ്ഞില്ല അല്ലേ. അപ്പോൾ പിയുടെ സെയിം തന്നെ നമ്മൾ വെച്ചാൽ മതി. അപ്പോൾ 10,000 തന്നെ വെക്കുക. അപ്പോൾ 10,000 1,10,000 ആണ് വേണ്ടത്. ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000 ഉണ്ട്. ബാക്കി നമ്മൾ 1 ലാക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഇനി ക്യൂയുടെ കേസിൽ നമ്മളോട് പറയുന്നത് 50,000 ആണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടത്. സ്റ്റോക്ക് ഓഫ് ക്യൂ ഈസ് പ്രപ്പോസ് ടു ബി റേസ്ഡ് ബൈ 30,000. അപ്പോൾ ഇപ്പോൾ ഉള്ളതിനെക്കാട്ടി 30,000 സ്റ്റോക്ക് റേസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഉള്ളത് 20,000 ആണ്. 30,000 റേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് വെക്കേണ്ടത് 50,000. അപ്പോൾ ടോട്ടൽ 1 ലാക്ക്. അതിൽ നിന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മുടെ കയ്യിലുള്ള 20,000 മൈനസ് ചെയ്യാം. അപ്പോൾ 80,000 പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ടു ക്യാരി ഔട്ട് പ്രൊഡക്ഷൻ സാറ്റിസ്ഫാക്ടറിലി റെഗുലർ സപ്ലൈ ഓഫ് മെറ്റീരിയൽ ഹാസ് ടു ബി എൻഷുർഡ്. നമുക്ക് പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ അവിടെ റോ മെറ്റീരിയൽസിൻ്റെ റെഗുലർ സപ്ലൈ ഉണ്ടായിരിക്കണം അല്ലേ. ഫോർ ദ പേർപ്പസ് ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റ് ഇസ് പ്രിപ്പയർഡ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. Direct material purchase budget is the budget prepared by the purchase manager or purchase director showing the physical quantities and cost of material to be purchased during the budget period. ഇപ്പോൾ ഒരു ബഡ്ജറ്റ് പീരിയഡിൻ്റെ അകത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്തൊക്കെയാണ് അതിനകത്ത് കാണിക്കുക? നമുക്ക് എത്ര പർച്ചേസ് ചെയ്യണം, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, അതേപോലെ തന്നെ എമൗണ്ട് എത്രയാണ്, ഇത്രയും കാര്യങ്ങളാണ് കാണിക്കുന്നത്. The direct material purchase provide answer to the questions like
വാട്ട് ഈസ് ടു ബി പർച്ചേസ്ഡ്, എന്ത് പർച്ചേസ് ചെയ്യണം. വെൻ ഈസ് ടു ബി പർച്ചേസ്ഡ്, എപ്പോൾ പർച്ചേസ് ചെയ്യണം. വെയർ ഈസ് ടു ബി പർച്ചേസ്ഡ്, എവിടുന്ന് പർച്ചേസ് ചെയ്യണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആണ് നമുക്ക് ഈ പർച്ചേസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ അപ്പ് എ മെറ്റീരിയൽ പ്രൊക്യൂർമെന്റ് ഓർ പർച്ചേസ് ബഡ്ജറ്റ് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. നമ്മൾ പർച്ചേസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. എസ്റ്റിമേറ്റഡ് സെയിൽസ് ഓഫ് എ പ്രോഡക്റ്റ്, ഒരു പ്രോഡക്റ്റിന്റെ സെയിൽസ് ആണ് നമുക്ക് ആദ്യം തന്നിരിക്കുന്നത്. ഡ്യൂറിംഗ് 2016-17 40,000 യൂണിറ്റ്സ്. അപ്പോൾ 16-17ലേക്ക് നമ്മൾ ഓൾറെഡി സെയിൽസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ എസ്റ്റിമേറ്റഡ് സെയിൽസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 40,000 യൂണിറ്റ്സ് ആണെന്ന്. ഈച്ച് യൂണിറ്റ് ഓഫ് ദ പ്രോഡക്റ്റ് റിക്വയേഴ്സ്, ആ ഒരു യൂണിറ്റ് 40,000 യൂണിറ്റ് നമ്മൾ സെയിൽ ചെയ്യാന്ന് പറഞ്ഞില്ലേ, അതിൽ ഓരോ യൂണിറ്റ് ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും 3 യൂണിറ്റ്സ് ഓഫ് മെറ്റീരിയൽ എ ആൻഡ് 4 യൂണിറ്റ്സ് ഓഫ് മെറ്റീരിയൽ ബി, 2 മെറ്റീരിയൽ വേണം. അത് എ എന്ന് പറഞ്ഞ മെറ്റീരിയൽ 3 യൂണിറ്റ്സും ബി എന്ന് പറഞ്ഞ മെറ്റീരിയൽ 4 യൂണിറ്റ്സും ആവശ്യമുണ്ട്. എന്നിട്ടാണ് ഈ പറയുന്ന ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. എസ്റ്റിമേറ്റഡ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഫിനിഷ്ഡ് പ്രോഡക്ട്സിൽ തന്നിട്ടുണ്ട് 5,000 ആണ് ഫസ്റ്റ് ഏപ്രിൽ, 31 മാർച്ച് 2017 7,000. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി മെറ്റീരിയൽ എയുടെ സ്റ്റോക്ക് തന്നിട്ടുണ്ട് 12,000 യൂണിറ്റ്സ് ആൻഡ് 15,000 യൂണിറ്റ്സ്. മെറ്റീരിയൽ ബിയുടെ സ്റ്റോക്ക് തന്നിട്ടുണ്ട് 20,000 യൂണിറ്റ്സ് ആൻഡ് 25,000 യൂണിറ്റ്സ്. ഇനി മെറ്റീരിയൽ ഓൺ ഓർഡർ ഓർ ട്രാൻസിറ്റ്, ട്രാൻസിറ്റിലുള്ള മെറ്റീരിയൽ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ എ 7,000 നമ്മൾ കയ്യിലുള്ളതും തന്നിട്ടുണ്ട്, ട്രാൻസിറ്റിലുള്ളതും തന്നിട്ടുണ്ട്. മെറ്റീരിയൽ എ 7,000 8,000, മെറ്റീരിയൽ ബി 11,000 10,000. അപ്പം നമുക്ക് ഇനി എത്ര മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണം എന്നാണ്, നമ്മൾ റോ മെറ്റീരിയൽ എത്ര പർച്ചേസ് ചെയ്യണം, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓരോ മെറ്റീരിയൽ എയുടെയും കണ്ടുപിടിക്കണം, മെറ്റീരിയൽ ബിയുടെയും കണ്ടുപിടിക്കണം. അപ്പം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് അറിഞ്ഞാലല്ലേ എത്ര നമ്മൾ അതിന് കണക്ക്, എത്ര പ്രൊഡ്യൂസ് ചെയ്യണം അതിന് കണക്കായിട്ട് നമ്മൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം നമുക്കിവിടെ തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം പ്രൊഡക്ഷൻ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. സെയിൽസ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തതിൻ്റെ യൂണിറ്റ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. 40,000 യൂണിറ്റ്സ് ആണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എത്ര പ്രൊഡ്യൂസ് ചെയ്യണം നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതാണല്ലോ പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട് 40,000 ആണ്. അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, ക്ലോസിംഗ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ക്ലോസിംഗ് സ്റ്റോക്ക് 7,000 യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. അത് ആഡ് ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് 5,000 യൂണിറ്റ്സ്. അപ്പോൾ അത് ലെസ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിൽസിൽ നിന്ന് നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര വെക്കണം നോക്കാം. അപ്പോൾ ടോട്ടൽ നമുക്ക് വേണ്ട 47 ആണ്. ഇത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളത് 5,000, അത് മൈനസ് ചെയ്യാം. അപ്പോൾ 42,000 യൂണിറ്റ്സ് ആണ് നമ്മൾ ശരിക്കും പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനനുസരിച്ചല്ലേ നമ്മൾ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നോക്കേണ്ടത് എത്ര യൂണിറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യണം അല്ലേ. അപ്പം യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യുന്ന നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം 42,000 യൂണിറ്റ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം ഇത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് എ എന്ന് പറഞ്ഞ മെറ്റീരിയൽ 1 യൂണിറ്റ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 3 യൂണിറ്റ് എ വേണം, 4 യൂണിറ്റ് ബി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ 42,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എ എത്ര വേണം, 42,000 ഇൻറ്റു 3 അല്ലേ. ബി എത്ര വേണം, 42,000 ഇൻറ്റു 4. അപ്പോൾ അത് ആദ്യം കണ്ടുപിടിച്ച് വെച്ചു. ഇത്രയാണ് നമുക്ക് ടോട്ടൽ വേണ്ട മെറ്റീരിയൽസ്. അപ്പോൾ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഒന്നും ഇല്ലെങ്കിൽ ഇത് തന്നെയാണ് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇത്ര യൂണിറ്റ്സ് ആണ് നമുക്ക് ശരിക്കും ആവശ്യമുള്ളത്. അതുകൂടാതെ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് വെക്കേണ്ടത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് ആഡ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ എയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയായിരുന്നു, 15,000 അല്ലേ ക്ലോസിംഗ് സ്റ്റോക്ക്. അതേപോലെ തന്നെ എയുടെ നമ്മൾ കയ്യിൽ വരാൻ പോകുന്ന കുറച്ച് അണ്ടർ ട്രാൻസിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്, 8,000 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുക. അതിൽ നിന്ന് ഓപ്പണിംഗ് സ്റ്റോക്കായ മൈനസ് ചെയ്യുക. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ് എയുടെ പറഞ്ഞിരിക്കുന്നത് 12,000, അണ്ടർ ട്രാൻസിറ്റ് തന്നിട്ടുള്ളത് 7,000. അപ്പോൾ ഇത് മൈനസ് ചെയ്താൽ മതി. നമ്മൾ ആ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ചെയ്തതുപോലെ തന്നെയാണ് മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ് ചെയ്യുന്നത്. പക്ഷെ എത്ര മെറ്റീരിയൽ വേണമെന്ന് ആദ്യം കണ്ടുപിടിച്ച് വെക്കണം. അതേപോലെ തന്നെ മെറ്റീരിയൽ ബിയുടെ ചെയ്യാം. ബിയുടെ നമ്മൾ ഓൾറെഡി മെറ്റീരിയൽസ് ആവശ്യമുള്ളത് 42,000 ഇൻറ്റു 4 ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ക്ലോസിങ് ആഡ് ചെയ്യുക, ബിയുടെ രണ്ടും ആഡ് ചെയ്യുക. അതിൽ നിന്ന് എന്ത് ചെയ്യുക, ബിയുടെ ഓപ്പണിങ് മൈനസ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്നത് എയുടെ 1,30,000 ബിയുടെ 1,72,000 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പം നെക്സ്റ്റ് ബാക്കിയുള്ള ബഡ്ജറ്റ്സ് പറയാം. നെക്സ്റ്റ് വരുന്ന ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ബഡ്ജറ്റ്. ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ബഡ്ജറ്റ് ഇസ് ദ ബഡ്ജറ്റ് പ്രിപ്പയർഡ് ബൈ പേഴ്സണൽ മാനേജർ
or director showing the hours and cost of total labor force required during a budget period. നമുക്ക് എത്ര ടോട്ടൽ ലേബർ ഫോഴ്സ് ആവശ്യമുണ്ട് പ്രൊഡക്ഷന് വേണ്ടി, നമ്മൾ മെറ്റീരിയൽ ആവശ്യമുള്ളത് പ്രിപ്പയർ ചെയ്തില്ലേ, അതേപോലെ തന്നെ ടോട്ടൽ എത്ര ലേബർ ആവശ്യമുണ്ട്, ലേബറിന്റെ എത്ര അവേഴ്സ് ആവശ്യമുണ്ട്, അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. പ്രൊഡക്ഷൻ റിക്വയർമെന്റ്, quality standard of each type of labor, standard rate of each type of labor, efficiency of labor, etc. are the factors to be considered. ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ, നമ്മൾ പ്രൊഡക്ഷൻ റിക്വയർമെന്റ് മെറ്റീരിയൽ ചെയ്ത പോലെ തന്നെ എത്ര പ്രൊഡക്ഷൻ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്, അതേപോലെ തന്നെ അതിന്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കണം, ഓരോ പ്രോഡക്റ്റിന്റെയും സ്റ്റാൻഡേർഡ് റേറ്റ്, ഓരോ ടൈപ്പ് ഓഫ് ലേബേഴ്സിനെയും, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് നമ്മൾ പ്രോബ്ലം ആയിട്ട് ചെയ്യുന്നില്ല, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമേ നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് വരുന്നത് മാനുഫാക്ചറിങ് ഓവർഹെഡ് ബഡ്ജറ്റ്. ദിസ് ബഡ്ജറ്റ് ഗിവ്സ് ദ എസ്റ്റിമേറ്റ് ഓഫ് വർക്ക്സ് ഓവർഹെഡ് എക്സ്പെൻസ് ടു ബി ഇൻകേർഡ് ഇൻ എ ബഡ്ജറ്റ് പീരിയഡ് ടു അച്ചീവ് ദ പ്രൊഡക്ഷൻ ടാർജറ്റ്. ഇപ്പോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് മെറ്റീരിയൽ ലേബർ മാത്രമല്ല, മാനുഫാക്ചറിങ് ഓവർഹെഡ് ആവശ്യമില്ലേ, അപ്പം അതെത്ര വേണം, അത് കാൽക്കുലേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. The budget includes the cost of indirect material, indirect labor and indirect works. ഇതെല്ലാം നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനെ നമുക്ക് പിന്നെയും ക്ലാസിഫൈ ചെയ്ത് ചെയ്യാം. ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്, ഇങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ട് കാണിക്കാം. യൂഷ്വലി ദ ബഡ്ജറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ പ്രൊഡക്ഷൻ മാനേജർ ഓർ ഡയറക്ടർ ഓർ കോസ്റ്റ് അക്കൗണ്ടന്റ്. അപ്പോൾ ഇവരാരെങ്കിലും ആയിരിക്കും ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ബഡ്ജറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ പേര് പറയുന്ന പോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റിന്റെ എത്രയാണ് നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ഒരു പീരിയഡിൽ വരുന്നത്, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദിസ് ബഡ്ജറ്റ് കവേഴ്സ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഇൻ ഫ്രെയിമിംഗ് പോളിസീസ്, ഡയറക്റ്റിംഗ് ദ ഓർഗനൈസേഷൻ ആൻഡ് കൺട്രോളിംഗ് ദ ബിസിനസ് ഓപ്പറേഷൻ. The budget can be prepared with the help of past experience and anticipated changes. എല്ലാം ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസും പാസ്റ്റിൽ എത്ര വന്നു, ഇനി നമുക്ക് വരാൻ പോകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, അതിന്റെ ബേസിലാണ് ചെയ്യുന്നത്. ബഡ്ജറ്റ് മേ ബി പ്രിപ്പയർഡ് സെപ്പറേറ്റ്ലി ഫോർ ഈച്ച് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്. ദ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ഓർ മാനേജർ ഈസ് ഡയറക്ട്ലി റെസ്പോൺസിബിൾ. നമ്മൾ ഓരോ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റും ഓരോന്ന് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടറോ മാനേജറോ ഇവരാണ് ഡയറക്ട്ലി അത് പ്രിപ്പയർ ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും വേണ്ടി റെസ്പോൺസിബിൾ ആയിട്ട് വരുന്ന പേഴ്സൺ. നെക്സ്റ്റ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, അതിൻ്റെ ബഡ്ജറ്റ് ഉണ്ട്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ബഡ്ജറ്റ് റെപ്രസെൻറ്റ്സ് ദ എമൗണ്ട് ഓഫ് ടോട്ടൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ഇൻകേർഡ്. ഇപ്പോൾ ഒരു പീരിയഡിൽ വരുന്ന ടോട്ടൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് അതിൻ്റെ കാൽക്കുലേഷൻ ആണ് ഇവിടെ വരുന്നത്. ദിസ് ബഡ്ജറ്റ് ഇസ് ക്ലിയർലി റിലേറ്റഡ് ടു ദ സെയിൽസ് ബഡ്ജറ്റ്. അപ്പോൾ സെയിൽസിന്റെ ബേസിലാണ് നമുക്ക് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് വരുന്നത്. അപ്പോൾ സെയിൽസുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓൾ എക്സ്പെൻസ് റിലേറ്റഡ് ടു സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അതെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അത് നമ്മൾ എത്ര വോള്യൂം ഓഫ് സെയിൽസ് എത്രയാണ് അതിനനുസരിച്ചാണ് നമുക്ക് ശരിക്കും പറഞ്ഞത് പ്രിപ്പയർ ചെയ്യുന്നത്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആർ ഡിവൈഡഡ് ഇൻടു ഫിക്സഡ് ആൻഡ് വേരിയബിൾ. അപ്പം നമുക്ക് ഫിക്സഡ് ആയിട്ടും വേരിയബിൾ ആയിട്ടും ഡിവൈഡ് ചെയ്ത് കാണിക്കാം. The sales manager or director is directly responsible for preparation and execution. അപ്പോൾ ഇതിന്റെ preparation and execution ശരിക്കും പറഞ്ഞാൽ സെയിൽസ് മാനേജറോ അല്ലെങ്കിൽ സെയിൽസ് ഡയറക്ടറോ ആണ് ഇതിന്റെ ഡയറക്റ്റ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ. നെക്സ്റ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ്. പേര് പറയുന്ന പോലെ തന്നെ നമ്മളെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ കാൽക്കുലേഷൻസ് ആണ് വരുന്നത്. This budget gives an estimate of the amount of capital that may be needed for acquiring the fixed asset required for fulfilling the production requirements as specified in the production budget. പ്രൊഡക്ഷൻ ബഡ്ജറ്റിൽ നമ്മൾ പറഞ്ഞ യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന ഫിക്സഡ് അസറ്റ്സിന്റെ മേലെ ഇൻക്വയർ ചെയ്യുന്ന capital expenditure. This budget is prepared after taking into consideration the available productive capacities. Already നമ്മളെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്രയുണ്ട്, പ്രോബബിൾ റീഅലോക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് അസെറ്റ്, ഓൾറെഡി ഉള്ള അസെറ്റിന്റെ റീഅലോക്കേഷൻ എങ്ങനെയാണ് വരുന്നത്, ആൻഡ് പോസിബിൾ ഇംപ്രൂവ്മെന്റ് ഇൻ പ്രൊഡക്ഷൻ ടെക്നിക്ക്, നമ്മളെ പ്രൊഡക്ഷൻ ടെക്നിക്കിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്താൻ പറ്റുമോ, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് വരുന്നത്. നെക്സ്റ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് ബഡ്ജറ്റ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വരുന്നത് റിസർച്ച് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോസ്റ്റ് ഓഫ് സെർച്ചിങ് ഫോർ ന്യൂ ഓർ ഇംപ്രൂവ്ഡ് പ്രൊഡക്ഷൻ ടെക്നിക്, ന്യൂ ആപ്ലിക്കേഷൻ ഓഫ് മെറ്റീരിയൽ ഓർ ഇംപ്രൂവ്ഡ് മെത്തേഡ്, പ്രോസസ്, സിസ്റ്റം ഓർ സർവീസ്. നമ്മൾ പുതിയതായിട്ട് ഒരു പ്രൊഡക്ഷൻ ടെക്നിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് സ്റ്റഡി ചെയ്യാനും അതിനൊക്കെ വരുന്ന കോസ്റ്റ് ആണ് ശരിക്കും റിസർച്ച് കോസ്റ്റ് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് കോസ്റ്റ് റെഫേഴ്സ് ടു ദ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ ഓഫ് നോളജ് ഗെയിൻഡ് ഫ്രം റിസർച്ച്.
ഈ റിസർച്ചിൽ കൂടി നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വരുന്ന കോസ്റ്റ് ആണ് ഡെവലപ്മെന്റ് കോസ്റ്റ്. ഇറ്റ് ബിഗിൻസ് വിത്ത് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ഡിസിഷൻ ടു പ്രൊഡ്യൂസ് ന്യൂ ഓർ ഇംപ്രൂവ്ഡ് പ്രോഡക്ട്സ് ആൻഡ് എൻഡ്സ് വിത്ത് കമൻസ്മെന്റ് ഓഫ് ഫോർമൽ പ്രൊഡക്ഷൻ ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പോൾ പുതിയതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആവാം, അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ടെക്നിക്ക് ആവാം. അപ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ആ ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നപ്പോഴാണ് ആ കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കുള്ള പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ എന്തൊക്കെ അതിൽ വന്നു കോസ്റ്റ്, അതൊക്കെ ഇതിൽ വരും. Research and development cost budget represents the amount of total research and development cost to be incurred during the budget period. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പം പുതിയ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താണ്, പുതിയൊരു ഇംപ്രൂവ്ഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് ഒരു പ്രൊഡക്ഷൻ ടെക്നിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണ്. അപ്പോൾ ആ പ്രൊഡക്ഷൻ ടെക്നിക്കിനെ പറ്റി പഠിക്കുക, എന്നിട്ട് അതിനുശേഷം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ കോസ്റ്റും ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ബഡ്ജറ്റിലാണ് വരുന്നത്. അതിന് നെക്സ്റ്റ് ക്യാഷ് ഓർ ഫിനാൻഷ്യൽ ബഡ്ജറ്റ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇപ്പം ക്യാഷ് ബഡ്ജറ്റ് ഇസ് എ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ഇൻ അഡ്വാൻസ് ഷോയിങ് ദ എസ്റ്റിമേറ്റഡ് ക്യാഷ് റിസീവ്സ് ആൻഡ് ഡിസ്പേഴ്സ്മെന്റ് ഡ്യൂറിങ് ദ സ്പെസിഫിക് ഫ്യൂച്ചർ പീരിയഡ് ഓഫ് ടൈം. നമ്മളൊരു പീരിയഡ് ഓഫ് ടൈമിൻ്റെ ഇടയിൽ നമുക്ക് വരാനിരിക്കുന്ന ക്യാഷിൻ്റെ റിസീവ്സും അതേപോലെ തന്നെ ക്യാഷിൻ്റെ പേയ്മെൻറ്റ്സും ആണ് ശരിക്കും ഈ ക്യാഷ് ബഡ്ജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഷോസ് ദ എസ്റ്റിമേറ്റഡ് ക്യാഷ് ഇൻഫ്ലോസ്, എസ്റ്റിമേറ്റഡ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ആൻഡ് ഡെഫിസിറ്റ് ഓർ സർപ്ലസ് ഓവർ ദ ഗിവൺ ബഡ്ജറ്റഡ് പീരിയഡ്. ഇതിൻ്റെ ഡെഫിനേഷൻ പറയുന്നുണ്ട്. ആൻ അനാലിസിസ് ഓഫ് ഫ്ലോ ഓഫ് ക്യാഷ് ഇൻ എ ബിസിനസ് ഓവർ എ ഫ്യൂച്ചർ ഷോർട്ട് ഓർ ലോങ് പീരിയഡ് ഓഫ് ടൈം. ഇപ്പോൾ ഷോർട്ട് പീരീഡിലേക്ക് പ്രിപ്പയർ ചെയ്യാം, ലോങ് പീരീഡിലേക്ക് പ്രിപ്പയർ ചെയ്യാം. അതിൽ വരുന്ന ക്യാഷിൻ്റെ ഇൻഫ്ലോ അതേപോലെ തന്നെ ഔട്ട്ഫ്ലോ, ഫ്ലോ മാത്രമേ പറയുന്നുള്ളൂ. അപ്പം ഇൻഫ്ലോവും വരും ഔട്ട്ഫ്ലോ വരും. ഇറ്റ് ഈസ് എ ഫോർകാസ്റ്റ് ഓഫ് എക്സ്പെക്റ്റഡ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ്. ക്യാഷിൻ്റെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും ആണ് നമ്മളിതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നീഡ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. ഒന്നാമത്തെ എൻഷുറിങ് ലിക്വിഡിറ്റി. നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് ലിക്വിഡിറ്റി ഉണ്ടോ എന്ന് അറിയണം അല്ലേ. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് വരുന്നുണ്ട്, എത്ര ക്യാഷ് പോകുന്നുണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ലിക്വിഡിറ്റി കണ്ടുപിടിക്കണം. നമുക്ക് ബിസിനസ്സിന് എസെൻഷ്യൽ ആയിട്ടുള്ള സംഭവമാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ലിക്വിഡ് ക്യാഷ് കയ്യിലുണ്ടായിരിക്കണം. നെക്സ്റ്റ് മെയിൻ്റനൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിന് നമുക്ക് എന്താ എൻഷുർ ചെയ്യണം അല്ലേ, അല്ലെങ്കിൽ പ്രൊഡക്ഷനൊക്കെ നിന്ന് പോകും. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടോ എന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ മാനേജ്മെൻറ്റിന് അറിയാൻ പറ്റും എത്ര ഫണ്ട് ഉണ്ട്, അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നെക്സ്റ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പുതിയൊരു പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തേ പറ്റുള്ളൂ. അതിനുള്ള നമുക്ക് ബഡ്ജറ്റ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് പ്രിപ്പയറിങ് ബോറോയിങ് ഷെഡ്യൂൾ. അതേപോലെ തന്നെ നമ്മൾ ബോറോ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എങ്ങനെ ബോറോ ചെയ്യണം, ഇന്ന സമയത്ത് നമുക്ക് ഇത്ര പൈസയാണ് ആവശ്യം, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബോറോയിങ് ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയറിങ് റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ. അതേപോലെ തന്നെ നമ്മൾ ക്രെഡിറ്റേഴ്സിനൊക്കെ റീപേയ്മെൻറ്റ് കൊടുക്കേണ്ട സമയത്ത് ആ സമയത്ത് നമുക്ക് എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്യേണ്ടത്, അതൊക്കെ നമുക്ക് ഇതിൽ കൂടി ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പ്ലാനിങ് ഡിവിഡൻഡ് പേയ്മെൻറ്റ്. അതുകൂടാതെ നമ്മുടെ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, ഡിവിഡൻഡ് പേയ്മെൻറ്റിൻ്റെ കാര്യം പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിനുള്ള ലിക്വിഡ് ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടോ. അപ്പോൾ ഇതൊക്കെ അറിയാൻ പറ്റും നമ്മുടെ ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ഫങ്ഷണൽ ബഡ്ജറ്റ്സ് ആണ്. സെയിൽസ് ബഡ്ജറ്റ് പഠിച്ചു, അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്ത് നോക്കി. പ്രൊഡക്ഷൻ ബഡ്ജറ്റ് നമ്മൾ ചെയ്ത് നോക്കി. പിന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ പർച്ചേസ് ബഡ്ജറ്റ്. ഇത് 3 കാര്യങ്ങൾ നമ്മൾ പ്രോബ്ലം ആയിട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഡയറക്റ്റ് ലേബർ കോസ്റ്റ് ബഡ്ജറ്റും മാനുഫാക്ചറിങ് ഓവർഹെഡ് ബഡ്ജറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് ബഡ്ജറ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ബഡ്ജറ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ബഡ്ജറ്റ്, പിന്നെ വരുന്ന ക്യാഷ് ബഡ്ജറ്റ്. അപ്പോൾ ക്യാഷ് ബഡ്ജറ്റിൻ്റെ നമുക്ക് അതിൻ്റെ എങ്ങനെയൊക്കെ പല മെത്തേഡ്സിൽ പ്രിപ്പയർ ചെയ്യാം. അപ്പം അതിൻ്റെ മെത്തേഡ്സും അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇപ്പം ഇത്ര മാത്രമേ പഠിക്കാനുള്ളൂ. ഇത്ര മാത്രമല്ല ശരിക്കും ബഡ്ജറ്റ്, ഇനിയും ബഡ്ജറ്റ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്.